അപ്പോൾ സ്നേഹക്കൂടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ മാധവൻ ആ ഒരു സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് തൻ്റെ മൂത്ത മകൻ്റെ പേരിലാണെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ വലിയ കോലാഹലങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഋതുവും പ്രതാപനും കൂടി ചേർന്നിട്ട് വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഋതുവും പ്രതാപനും കൂടി വക്കീലിനെ കാണാൻ പോയി, കണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം വക്കീൽ പറഞ്ഞത് അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചിരിക്കുന്നത് സേതുവിൻ്റെ പേരിലാണ് മാധവേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് സേതുവിന് അവകാശപ്പെട്ടതാണ്. ആദ്യത്തെ ഭാര്യയിലുള്ള സേതുവിന് അവകാശപ്പെട്ടതാണെന്നും രണ്ടാം ഭാര്യയിലുള്ള മക്കൾക്ക് അതിൽ അവകാശം കുറവാണെന്നും ഇപ്പോൾ നിങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സേതു എന്തെങ്കിലും മറുത്ത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാവും. കാരണം ഈ ഒരു മുദ്രപത്രം സേതുവിന്റെ പേരിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ കേസ് വരത്തുള്ളൂ. അതുകൊണ്ട് ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കേസിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഋതുവിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വക്കീൽ വിടുവാണ്. അപ്പൊ സേതുവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ഈ ഒരു സ്വത്തുക്കൾ കൈക്കലാക്കാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞിട്ട് പ്രതാപനും നല്ല ദേഷ്യമുണ്ട്, ഋതുവിനും നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം ഋതു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പൂർണിമയോട് പറയുകയും ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അച്ഛനെ ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം സേതുവിനെ ആണെന്നും ആദ്യത്തെ ഭാര്യയുടെ മകന്റെ മുന്നിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെഞ്ചി ഓച്ചാനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ആ ഒരു മുദ്രപത്രം സേതുവിന്റെ പേരിലാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഒരുപാട് മാധവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും, എന്നാൽ ഇതെല്ലാം കേട്ട പൂർണിമ പറഞ്ഞത് നീ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, മാധവേട്ടൻ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കരുതിക്കൂട്ടി മനസ്സിൽ ചിന്തിക്കാതെ മാധവേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ പൂർണിമ ഇപ്പോഴും മാധവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എന്നാൽ സ്വത്തുക്കള് തൻ്റെ ആദ്യത്തെ ഭാര്യയുടെ മകനായ സേതുവിന്റെ പേരിൽ എഴുതി വെച്ചതിൽ ഋതുവിന് ഭയങ്കര ദേഷ്യമുണ്ട്. ആ ദേഷ്യം ഋതു കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഋതു ദേഷ്യത്തോടെ പോവാണ്. അതിന് മുന്നേ തന്നെ പറഞ്ഞു ആ ഒരു ടെക്സ്റ്റൈൽസ് ഞങ്ങളുടെ പേരിലാണുള്ളത്, അപ്പോൾ അതിൽ കൈകടത്താനായിട്ട് അയാൾക്കൊന്നും ഒരു അവകാശമില്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണ് ഋതു പോയത്. ഈ ഒരു പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാക്കി ഇവരെ തമ്മിൽ അകറ്റി മാക്സിമം സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂർണിമയുടെ അടുത്ത് സേതുവിനെ കുറിച്ച് കുറച്ചുകൂടി കുറ്റങ്ങൾ പറയുകയും പൂർണിമയുടെ മനസ്സിൽ സേതുവിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം വരുത്താൻ വേണ്ടിയിട്ടും പ്രധാനമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പ്രധാനമൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാനന്ന് പറഞ്ഞില്ലേ മറ്റേ കൺസ്ട്രക്ഷൻ ആ ഒരു കാര്യം, അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് കുറച്ച് പൈസ ആവശ്യമാണ്, അതുകൊണ്ട് ചേച്ചി ചെക്ക് തരാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ചെക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ നേരെ അകത്തോട്ട് പോയി. എന്നിട്ട് അത് ഒപ്പിട്ട ചെക്ക് കൊണ്ട് പ്രതാപന്റെ കയ്യിൽ കൊടുത്തു. എന്നാൽ ഇതെല്ലാം വെറുതെ ആയിരുന്നു, ഇതൊന്നും പൂർണിമയ്ക്ക് അറിയത്തില്ല, പ്രതാപന്റെ ചതിയും കള്ളക്കളിയൊന്നും പൂർണിമയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഈ ഒരു ചെക്കും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് കുറുപ്പ് സാർ അങ്ങോട്ട് കയറി വരുന്നത്. കുറുപ്പ് സാർ ഈ ചെക്ക് കാണുകയും ഇതെന്നാന്ന് ചോദിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് പറയുകയും, എന്നാൽ ഇതിനെല്ലാം മാധവൻ റെഡി ക്യാഷ് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ചെക്കല്ല. അപ്പോൾ ചെക്ക് എന്തിനാ കൊടുത്തത്, മാധവൻ ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, മരിക്കുന്നതിന് മുന്നേ പോലും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപന്റെ കള്ളക്കളികൾ പൊളിക്കാൻ വേണ്ടിയിട്ട് കുറുപ്പ് സാറ് ശ്രമിക്കുകയും, എന്നാൽ അതിന്റെ പേരിൽ പ്രതാപൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്, അതിന്റെ ചുമതല എനിക്കാണെന്നും അതിൽ നിങ്ങൾ ആരും കൈകടത്താൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് പ്രതാപൻ പോയത്. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ നേരെ പൂർണിമയോട് വന്ന് കുറുപ്പ് സാർ പറയുവാണ്, എന്തായാലും ഒന്ന് സൂക്ഷിക്കണം, അത് ചെക്കും മാക്സിമം കൊടുക്കാതെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണമെന്നും ഈ ഒരു കാര്യം അത് പൂർണിമ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അങ്ങനെ മാധവൻ പോലും ഇല്ല, എപ്പോഴും ചതി പറ്റാനായിട്ട് സാധ്യതകളുണ്ട് എന്ന് കുറുപ്പ് സാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പൂർണിമയ്ക്ക് പ്രതാപന് അത്രത്തോളം വിശ്വാസമാണ്. അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവൻ എൻ്റെ അനിയനല്ലേ, അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പൂർണിമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദേഷ്യമൊന്നും മാറാതെ എങ്ങനെയെങ്കിലും സേതുവിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഋതുവും സ്വാതിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അച്ചുവിന് ഇതിലോടൊന്നും ഒരു താല്പര്യമില്ല, ചേട്ടനോട് കുറച്ച് ഇഷ്ടമുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഋതുവും
സ്വാതിയും കൂടി സേതുവിനെതിരെ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും ആ ഒരു സ്വത്തുക്കൾ ഞാൻ കൈക്കലാക്കിയിരിക്കും, അയാളെ ഞാൻ ഇവിടെ നിന്ന് പഠിച്ച് പുറത്താക്കിയിരിക്കും, എല്ലാ സ്വത്തുക്കളും നമ്മളിൽ വന്ന് ചേരും, അയാളെ ഇതിൽ നിന്നെല്ലാം ഇത് പുറത്താക്കി അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരങ്ങളൊക്കെ ഋതുവിൻ്റെയും സ്വാതിയുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതായത് ഋതുവിനും സ്വാതിക്കും ഇത് നമ്മുടെ സേതുവിനെ ഒട്ടും ഇഷ്ടമില്ല, സേതുവിനെ ഭയങ്കര വെറുപ്പാണ്. പക്ഷെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും തൻ്റെ അച്ഛൻ്റെ മകനായതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ സ്ഥാനത്ത് തന്നെ അച്ചു കാണുകയും സേതുവിനെ കുറച്ച് ഇഷ്ടവും അച്ഛനുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഭയങ്കര പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് സേതുവിനെതിരെയുള്ള കരുക്കളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം പല്ലവിക്ക് ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പുതിയൊരു വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മാഷും ഭാര്യയും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാതകങ്ങൾ നോക്കിയപ്പോൾ ആദ്യത്തെ ജാതകപ്രകാരം പല്ലവിയുടെ ജാതകപ്രകാരം ആദ്യത്തെ വിവാഹം നടക്കുമെങ്കിലും അത് കുറച്ച് ആയുസ്സേ കാണത്തുള്ളൂ. പക്ഷേ രണ്ടാമത്തെ വിവാഹത്തിന് ആയുസ് കാണുമെന്നും അങ്ങനെ ജാതകത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും അവർക്ക് മനസ്സിലായി ആദ്യത്തെ വിവാഹം നിലനിൽക്കില്ല എന്ന് പറയുന്നത് ശരിയല്ലേ. കാരണം ഇന്ദ്രന്റെ കാര്യം, ഇന്ദ്രനെ വിവാഹം കഴിച്ചിട്ട് അത് ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല, അതിന് മുന്നേ തന്നെ പ്രശ്നങ്ങളുണ്ടായി, തിരിച്ചു വന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സങ്കടത്തിൽ നിൽക്കുവാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അവിടെ സേതുവിന് എതിരെയുള്ള കരുക്കളാണ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, സേതുവിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം സേതുവിനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.